ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 186. നമ്മൾ മണ്ഡലം 1 രണ്ടാം അഷ്ടകത്തിലെ 1 അനുവാകം 19 126 സൂക്തമാണ് നോക്കുന്നത്. ഇതിലേക്ക് കടക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിൽ ഋഷി കക്ഷീവാനാണ്. അപ്പം കക്ഷീവാൻ പറയുന്ന മാതിരിയാണ്, കക്ഷീവാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതെഴുതിയ ഋഷിക്ക് കക്ഷീവാന് വലിയ പ്രാധാന്യം കൊടുക്കണം. ദേവത എന്ന് പറയുന്നത് ഏതിനെ പറ്റിയാണോ പറയുന്നതെന്ന് പറയുന്നത് ഭാവവയ്യനും രോമേശയും ആണ്. ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണത് പറയുന്നത്. അപ്പം അവ ആരാണെന്നെല്ലാം നോക്കണം. പിന്നെ ഇതിൻ്റെ ഛന്ദസ് തൃഷ്ടൂപും അനുഷ്ടൂപുമാണ്. അപ്പം ഛന്ദസ്സും കാര്യമായി എടുത്തിട്ട് നോക്കിയില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവും. നമ്മൾ കണക്കൂട്ടലുകൾ തെറ്റൊന്നുമില്ല, അതിനൊരർത്ഥമുണ്ട്, പക്ഷേ യഥാർത്ഥ അർത്ഥം കിട്ടില്ല. അപ്പം തൃഷ്ടൂപ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആറ്റവും, അനുഷ്ടൂപ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. ആറ്റുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും രാസപ്രവർത്തനങ്ങളാണ്, കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളാണ്. നമ്മളെ ശരീരം ചലിപ്പിക്കുന്നത് തന്നെ അതിൻ്റെ അകത്തുള്ള ചില രാസപ്രവർത്തനങ്ങളിലൂടെ കിട്ടുന്ന ഊർജത്താലാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും രാസപ്രവർത്തനമാണുള്ളത്. ഒരു കല്ല് പൊട്ടിക്കുമ്പോൾ ഒരു ആറ്റങ്ങളെയാണ് വേർപെടുത്തുന്നത്. അവ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്ന ആറ്റങ്ങളെയാണ് വേർപെടുത്തുന്നത്. അപ്പോൾ ഒരു രാസപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ടേക്ക് പോകാം. 1 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126 1. ഋഷി കക്ഷീവാൻ, ദേവത ഭാവ്യവയ്യനും രോമശനും, ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ്. അമന്താൻ സ്തോമാൻ പ്രഭരേ മനീഷ സിന്ദാവധിക്ഷൈതോ ഭാവ്യസ്യ യോമേ സഹസ്രം അമിമീത സവാനദൂർത്തോ രാജാശ്രവ ഇച്ഛമാനഃ. ഞാൻ സിന്ധുതടങ്ങളിൽ വസിക്കുന്ന രാജ ഭാവ്യനു വേണ്ടി ബുദ്ധി വഴിയായി സ്തോത്രങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈ രാജാവ് യജ്ഞത്തിനുള്ള ആശയാൽ ആയിരക്കണക്കിന് യജ്ഞാനുഷ്ഠാനങ്ങൾ നടത്തി. അതായത് കക്ഷീവൻ എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളെല്ലാം എഴുതിയ ഒരു ഋഷിയാണ്. അതേ ശാസ്ത്രജ്ഞനാണ്, സയൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് ഇവിടെ കെമിസ്ട്രി എല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ്. അവർ പറയാണ്, സിന്ധു നദീ തീരത്തിലെ ഉള്ള രാജാവായിരുന്ന ഭാവ്യനു വേണ്ടി ബുദ്ധി വഴിയായി ഞാൻ സ്തോത്രങ്ങൾ നൽകി. ഇപ്പം രാജാവിന് കക്ഷീവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് സ്തോത്രങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര തത്വങ്ങൾ പറഞ്ഞു കൊടുത്തു, കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ശാസ്ത്രജ്ഞന്മാർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചോറ് വെക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ ഈ സാധനം ഇട്ടിട്ട് അരി ഇട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് പദമുള്ള ഇതായിട്ടെല്ലാം മാറുന്നു, തിന്നാൻ പറ്റുന്നതാണ്. നല്ല ശാസ്ത്രജ്ഞന്മാർ അനലൈസ് ചെയ്തിട്ട് കണ്ടെത്തിയതാണ്. അപ്പോൾ എന്തിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ചായ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അതാരോ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന വസ്തുക്കളാണ്, അത് ശരീരത്തിന് ഇന്ന വസ്തുക്കളിൽ ഇന്നുണ്ട്, അത് കൂട്ടിച്ചേർത്തിട്ട് ചായ ഉണ്ടാക്കി അത് ശരീരത്തിന് ഉന്മേഷം നൽകും നല്ല ഉള്ളത് ശാസ്ത്രജ്ഞന്മാർ കണ്ടു. അത് പറഞ്ഞതിൻ്റെ ശേഷമാണ് ആൾക്കാരുണ്ടാക്കുന്നത്. അപ്പം അന്നത്തെ രാജാവിന് വേണ്ടിയിട്ട് സ്തോത്രങ്ങളെല്ലാം പല ശാസ്ത്രത്വങ്ങൾ അന്നത്തെ കാലത്തിന് യോജിച്ച, ഇപ്പം കൃഷിയായിട്ട് ബന്ധപ്പെട്ടാകാം, എന്തുവാകാം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിനു വേണ്ട ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളാകാം, എല്ലാം
കക്ഷീവൻ നൽകി. അതിൽ എന്തിനു വേണ്ടിയിട്ട്? ആ രാജാവ് യജ്ഞത്തിനുള്ള ആശയാൽ സഹസ്രം യജ്ഞാനുഷ്ഠാനങ്ങൾ നടത്തി എന്ന് പറയുകയാണ്. ഇപ്പൊ രാജാവ്, ആ കാലത്തെ രാജാവ്, അദ്ദേഹത്തിന്റെ രാജാവ് വളരെ ലോക പുരോഗതി, അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പല യജ്ഞങ്ങൾ നടത്തി. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പല കർമ്മങ്ങൾ നാട്ടിൽ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. അതിനു വേണ്ട ശാസ്ത്രങ്ങളെല്ലാം സംഭാവന ചെയ്തത്, ശാസ്ത്രതത്വങ്ങൾ സംഭാവന ചെയ്തത് കക്ഷീവാനാണ്. അപ്പോൾ അദ്ദേഹം കുറേ യജ്ഞങ്ങൾ നടത്തി. അതിനു വേണ്ട സാങ്കേതികമായ എല്ലാ ജ്ഞാനവും കക്ഷീവൻ നൽകി. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126 2. ശതം രാജ്ഞോ നാഥമാനസ്യ നിഷ്കാൻ ശതമശ്വാൻ പ്രിയതാൻ സദ്യ ആദം ശതം കക്ഷീവാമസുരസ്യ ഗോനാം ദിവിശ്രവോ ജരമാദതാന. എനിക്ക് കാഴ്ചവെച്ച രാജാവിൻ്റെ 100 സ്വർണമാലകളും 100 മനോഹര അശ്വങ്ങളും 100 ഗോക്കളും ഞാൻ സ്വീകരിച്ചു. സുനയൻ എന്ന രാജാവിൻ്റെ യശസ് ആകാശത്തെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. എന്തെല്ലാം? 100 സ്വർണമാലകളും 100 മനോഹരാശ്വങ്ങളെയും 100 ഗോക്കളെയും ഞാൻ സ്വീകരിച്ചു. അപ്പം കക്ഷീവൻ അദ്ദേഹത്തിന് എന്തെല്ലാം കൊടുത്തത്? 100 ഗോക്കളെ. അന്നത്തെ കാലത്ത് ധനം എന്ന് പറയുന്നത് ഗോക്കളാണ്, പശുക്കളാണ്. ഗോക്കള്, കുതിരകളെ കൊടുത്തു. പിന്നെയോ സ്വർണം മാലകളെല്ലാം കൊടുത്തു അദ്ദേഹം. അതെല്ലാം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിനുള്ള പ്രതിഫലമായിട്ട് രാജാവ് സന്തോഷിച്ചിട്ട്. സ്വനയൻ എന്ന ആ രാജാവിൻ്റെ യശസ് ആകാശം വരെ വ്യാപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സപ്പോർട്ടോടുകൂടി രാജാവ് നാട്ടിൽ വലിയ യജ്ഞങ്ങൾ, കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് രാജ്യത്തെ അത്രയും പുരോഗമിപ്പിച്ചു ആ കാലഘട്ടത്തിൽ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ യശസ്സും വളരെയധികം ഉയർന്നു. രാജാവ് അദ്ദേഹത്തിന് കുറേ സ്വർണങ്ങളെല്ലാം ദാനം ചെയ്തു. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126 3. ഉപമാശ്വാവ സ്വനയേന ദത്താവധൂമന്തോ ദശരഥാസോ അസ്ഥോഹോ 60 അനുഗവ്യ ആഗാത് സനത്കക്ഷീവാം അഭിവിദ്യേ അജ്ഞാം. സ്വനേനാൽ നൽകപ്പെട്ട അശ്വങ്ങളും 10 രഥങ്ങളും എന്നെ പ്രാപിച്ചു. 60,000 ഗോക്കളും എനിക്ക് കിട്ടി. അവയെല്ലാം ഞാനാകുന്ന കക്ഷീവാൻ സ്വീകരിച്ച് എൻ്റെ പിതാവിന് സമർപ്പിച്ചു. അദ്ദേഹം പിന്നെയും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. വിവിധ വർണ്ണങ്ങളോടുകൂടിയ അശ്വങ്ങളെ കൊടുത്തിട്ടുണ്ട്, 10 രഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, 60,000 ഗോക്കളെയും അദ്ദേഹം പിന്നെ നൽകി. അപ്പൊ പിന്നെയും അദ്ദേഹത്തെ സഹായിച്ചപ്പോൾ അതിൽ പ്രതിഫലമായിട്ട് ഇത്രയും, നമ്മളിപ്പം നല്ല ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം നല്ല ശമ്പളം കൊടുക്കുന്ന പോലെ ഇദ്ദേഹത്തിന് ഇഷ്ടമാരി ധനങ്ങളെല്ലാം കൊടുത്തു. അവയെല്ലാം ഈ കക്ഷീവാൻ എന്ത് ചെയ്ത്? അവൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെ സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കിട്ടിയത് പിതാവിൽ നിന്നാണ്. പിതാവാണ് അന്നത്തെ ഗുരു. കക്ഷീവാൻ മക്കളെ പഠിപ്പിക്കുന്നു. അല്ല, കക്ഷീവാൻ്റെ അച്ഛൻ കക്ഷീവാൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു. കക്ഷീവാൻ ആരെ പഠിപ്പിക്കും? കക്ഷീവാൻ്റെ മകളെയെല്ലാം പഠിപ്പിക്കും. കക്ഷീവാൻ്റെ മകളും എല്ലാം വേദങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ജ്ഞാനം കൈമാറുക. അപ്പോൾ ഇത് ആർക്കർഹതപ്പെട്ടതാണ്? ഈ കിട്ടുന്നതെല്ലാം അച്ഛന്, ഗുരുവിന് അവകാശപ്പെട്ടതാണ്. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126 4. ചത്വാരിംശസ് ദശരഥസ്യ ശോണാസഹസ്രസ്യാഗ്രേ ശ്രേണീം നയന്തി
മതച്യുത കൃശനാവതോ അത്യാൻ കക്ഷീവന്ത ഉദമൃക്ഷന്ത വജ്രാഹ. 1000 ഗോക്കളുടെ പങ്ക്തിക്ക് മുമ്പിലായി 10 രഥങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ കുതിരകളെ കക്ഷീവാന്റെ പുത്രൻ തിരുമുവാൻ തുടങ്ങി. അങ്ങനെ 1000 ഗോക്കളോട് മുമ്പിലെല്ലായിട്ട് അദ്ദേഹത്തിന്റെ രഥങ്ങളെല്ലാം ഗോക്കളും രഥങ്ങളും എല്ലായിട്ട് നീങ്ങാൻ തുടങ്ങി. ഇതെല്ലാം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ കുതിരകളെയെല്ലാം സ്വർണങ്ങളെയെല്ലാം അണിഞ്ഞുകൊണ്ടാണ് കുതിരകളെ സ്വർണം കൊണ്ടെല്ലാം അലങ്കരിച്ചിരുന്നത്. അവന്റെ പുത്രൻ എന്ത് ചെയ്തു? അതിനെയെല്ലാം പരിചരിച്ചു. ഈ കുതിരകളെയും കിട്ടിയതിനെല്ലാം പുത്രൻ തിരുമ്പുവാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരകളെ ഈ കിട്ടിയ സമ്പത്തിനെയെല്ലാം പുത്രൻ അനുഭവിച്ചു. അദ്ദേഹം പിതാവിന് നൽകിയെങ്കിലും പിന്നെയും തിരിച്ചിങ്ങോട്ട് തന്നെയല്ലേ വരിക. കിട്ടിയതെല്ലാം പുത്രൻ അനുഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പരമ്പര, കക്ഷീവാന്റെ പരമ്പര വളരെ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് ഋഷികൾ അവരുടെ ജ്ഞാനം പുസ്തകത്തിൽ എഴുതി വെക്കുക മാത്രമല്ല, നല്ല രാജാക്കന്മാർ ഭരണത്തിലുണ്ടായിരുന്നുവെങ്കിൽ അവരെ അവരുടെ യജ്ഞങ്ങളിൽ സഹായിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിനനുസരിച്ച് കൃഷി നടത്താം, നല്ല കൃഷികൾ നടത്തുക, നല്ല ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയെല്ലാം പലതരത്തിൽ അന്ന് ഉപയോഗിക്കാൻ എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്. പക്ഷെ അന്നത്തെ കാലത്ത് എല്ലാം പ്രയോഗിക്കാൻ പറ്റില്ല. അന്ന് കാറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126 5. പൂർവാം അനുപ്രയതി മാതദേ വസ്ത്രീന്യുക്താം അഷ്ടാവരിധായസോ ഗാഹ സുബന്ധവോ യേ വിശ്വ ഇവവ്ര അനസ്വന്ത ശ്രവ ഐഷന്ത വജ്രാഹ. ഞാൻ ആദ്യ ദാനത്തിന് ശേഷം വജ്ര വംശർക്ക് വേണ്ടി അശ്വങ്ങളെ കെട്ടിയ 3 രഥങ്ങളെയും 8 ഗോക്കളെയും കൊണ്ടുവന്നിരിക്കുന്നു. കുടുംബക്കാരായ വജ്രവംശക്കാർ ശകടയുക്തരായി യശസ്സിനെ ആഗ്രഹിക്കുന്നവരാകട്ടെ. വജ്രവംശക്കാരെ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വംശക്കാരെ അദ്ദേഹം വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആദ്യ ദാനത്തിൽ നിന്നും കിട്ടിയ ഈ ദാനമായിട്ട് കിട്ടിയ പശുക്കളും ഗോക്കളെയും കുതിരകളെയും എല്ലാം എന്ത് ചെയ്തു? രഥങ്ങളെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി അശ്വങ്ങളെ കെട്ടിയ 3 രഥങ്ങളെയും 8 ഗോക്കളെയും കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം മക്കൾക്ക് അനുഭവിച്ചു, പിതാവിന് അർപ്പിച്ചു, മക്കൾക്ക് അതിൻ്റെ ഫലമുണ്ടായി. അതുമാത്രമല്ല ആ വംശത്തിനും അദ്ദേഹം എന്ത് ചെയ്തു? ഈ കിട്ടിയ ഗോക്കളെയും രഥങ്ങളെയും എല്ലാം അവർക്കായിട്ട് കൊണ്ടുവന്നു. അതായത് ലോകം രാജാവ് പുരോഗമിക്കുന്നതിൻ്റെ രാജാവ് ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും. അതേസമയം ഇദ്ദേഹത്തിന് കിട്ടിയത് പിതാവിനാണ് അർഹതപ്പെട്ട് പിതാവിനെ ഏൽപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അതിനെക്കൊണ്ട് ഗുണമുണ്ടായി. പിന്നെ എന്ത് ചെയ്ത്? അദ്ദേഹത്തിന്റെ വംശത്തിലെ ആൾക്കാർക്ക് വേണ്ടിയെല്ലാം രഥങ്ങളും എല്ലാം ഉപയോഗിച്ചു. കുടുംബക്കാരായ പഞ്ചവംശക്കാർ ശകടയുക്തരായി യശസ് ആഗ്രഹിക്കുന്നവരായി തീർന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ആ വംശക്കാർക്കും അവരുടെ യശസ് വർദ്ധിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇതുവരെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞാനം അത് തന്നെ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ യജ്ഞങ്ങളും കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. രാജാവിന് നൽകി, രാജാവ് അതുപയോഗിച്ച് യജ്ഞങ്ങൾ നടത്തി, ലോകം പുരോഗമിച്ചു. ഇദ്ദേഹത്തിനും കുറേ അതിൻ്റെ പ്രതിഫലം കൊടുത്തു. അത് അച്ഛൻ അർഹതപ്പെട്ടതാണ്, മക്കൾക്കും അനുഭവിച്ചു, നാട്ടുകാർക്കും എല്ലാം അദ്ദേഹം അത് വീതിച്ചു കൊടുത്തു. ഇനി അദ്ദേഹം എന്ത് സയൻസാണ് ഉപയോഗിച്ചത്? കെമിസ്ട്രിയാണ് ഉപയോഗിച്ചിരിക്കുക. അദ്ദേഹം അപ്ലൈ ചെയ്ത കെമിസ്ട്രി തത്വമാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. 6ലും 7ലും അപ്പോൾ ഇവിടെ
കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച ശാസ്ത്രതത്വത്തിലേക്കാണ് കടക്കുന്നത്. അത് 6-7. പക്ഷെ അതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുത്രിയുടെ സ്വഭാവത്തെ പറ്റിയും മനസ്സിലാക്കേണ്ടതുണ്ട്. കക്ഷീവൻ സയൻസ് പറയുമ്പോൾ, പ്രത്യേകിച്ച് കെമിസ്ട്രി പറയുമ്പോൾ കുറച്ച് ലൈംഗികതയെല്ലാം ചുവയുള്ള തരത്തിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുക. സാധാരണ ജനങ്ങൾ വായിക്കുമ്പോൾ അത് ലൈംഗികപരമായ ചില എന്തെല്ലോ ആയിട്ട് തോന്നും. ഇതേ സ്വഭാവം പക്ഷേ ആ ഛന്ദസ്സുകളുടെ അടിസ്ഥാനം തൃഷ്ടുപാണ്. ആറ്റങ്ങളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് എന്നത് മനസ്സിലാക്കാതെ തൃഷ്ടൂപും അനുഷ്ടൂപും ഈ പറയുന്ന അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നും എന്തെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന്. ഇത് കക്ഷീവാന്റെ പ്രത്യേകത മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളും കെമിസ്ട്രിയിൽ പണ്ഡിതയാണ്. അവളും കെമിസ്ട്രി പറയുമ്പോൾ അവളെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അവിടെ എത്തുമ്പോൾ അത് പിന്നെ വരും. ഘോഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളും ഇത്തരം കുറച്ച് ലൈംഗികപരമായ അർത്ഥം വരുന്ന തരത്തിലാണ്, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ലൈംഗികപരമായ സെക്സ് ആയിട്ടുള്ള ചില അർത്ഥങ്ങളാണ് അതിന് വരിക. ഇത് കണ്ടിട്ട് വേദങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ക്രിസ്ത്യാനികൾ യൂട്യൂബിലൂടെ എടുത്തു പറയുന്ന കണ്ടിട്ടുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടതാണ്, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കേട്ടിട്ടാന്ന് പറഞ്ഞ് ഈ ശ്ലോകം എടുത്തിട്ടിട്ട് അവരത് പറഞ്ഞിട്ടുണ്ട്. കാരണം കേൾക്കുന്നവർക്ക് തോന്നുന്നു എന്ത് വൃത്തികേടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ മകളാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കെമിസ്ട്രി തൃഷ്ടൂപ് ഛന്ദസ്സിലൂടെ അനുഷ്ടൂപിലൂടെ പോകുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങളാണ് ഉള്ളത്. അപ്പം അത് അവിടെ പറയാം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം 6 പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126 6. ആഗതിദാ പരിഗതിദായ കുശീകേവ ജംഗവേ ദദാതി മഹ്യം യാദൂരി യാശുനാം ഭോജ്യശതാ. ഭാവയവ്യൻ്റെ പത്നി സഹ സ്വാമിനിയുടെ രൂപത്തിൽ അവന് പല പ്രകാരത്തിലുള്ള ഭോഗങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്നു, അവനെ പ്രേമിക്കുന്നു. ഈ സഹധർമ്മിണി പെറ്റ പെൺകീരിയെ പോലെ അവനെ വിടാതെ പിടികൂടുന്നു. ഇവിടെ ഭാവഹവ്യൻ പറയുകയാണ്, എൻ്റെ പത്നി, കെമിസ്ട്രിയിലേക്ക് പോകണേ, ഭാവഹവ്യൻ ആരാണെന്നും പറയാം, പത്നി ആരാണെന്നും ഞാൻ പറയാം. പല പ്രകാരത്തിലുള്ള ഭോഗങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്നു, എന്നെ പ്രേമിക്കുന്നു, പെറ്റ പെൺകീരിയെ പോലെ എന്നെ വിടാതെ പിടികൂടുന്നു. പെറ്റ പെൺകീരിയെ പോലെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കുക, കീരീൻ്റെ ഭർത്താവ് ആണ്, അതിൻ്റെ പിന്നാലെ പിടികൂടാതെ നടക്കുന്നു. കീരി പോന്ന കണ്ടിട്ടില്ല, എന്നിട്ട് പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഭാവയവ്യൻ്റെ പത്നി അദ്ദേഹത്തിന് കുറേ സുഖഭോഗ വസ്തുക്കളെല്ലാം നൽകുന്നു, അദ്ദേഹത്തെ വിടാതെ അദ്ദേഹത്തെ പിന്തുടർന്നു കൊണ്ടുപോകുന്നു. ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ച സയൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇദ്ദേഹം ഉപയോഗിച്ച സയൻസ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ കെമിസ്ട്രിയിലൂടെയാണ് ഉണ്ടാവുക. എങ്ങനെയാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്? 2 എണ്ണം കൂടിച്ചേർന്ന്, ഉദാഹരണം ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നാൽ വെള്ളമുണ്ടാകും. അപ്പോൾ ഹൈഡ്രജൻ എന്നത് പ്ലസ് ആയിട്ടും ഭർത്താവായിട്ടും, ഓക്സിജൻ എന്നത് നെഗറ്റീവ് ഭാര്യയായിട്ട് എടുക്കണം.
അപ്പം ഇത്തരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംയോഗത്തിലൂടെയാണ് പുതിയ വസ്തു ഹൈഡ്രജൻ ഓക്സിജനും കൂടിയ ജലം ഉണ്ടാകും. അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് മൈനസ് ആയിരിക്കും. അവ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് പുതിയ വസ്തുക്കളെ കക്ഷിയുവാൻ ഉണ്ടാക്കി എടുത്തത്. എല്ലാ പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനത്തിലും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ ഭാവയവ്യന്, അതായത് പോസിറ്റീവ് ആറ്റത്തിന് ഭാര്യ നെഗറ്റീവ് ആറ്റത്തിലൂടെ പല ഭോഗവസ്തു അവ പല രൂപത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വെള്ളമുണ്ടാകും. വേറൊരളവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകും. ഇങ്ങനെ പലതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ആണും ഒന്ന് പെണ്ണും ആയിരിക്കും. കാരണം പോസിറ്റീവ് നെഗറ്റീവ് അപ്പോഴേ അത് ആറ്റങ്ങൾ കൂടി ചേരുകയുള്ളൂ. അപ്പം സുഖഭോഗപത്ത് പിന്നെ ഇത് എപ്പോഴും ഒന്നിച്ചേ നടക്കുള്ളൂ. ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നിച്ച്. അതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പറഞ്ഞത്. അവള് പെറ്റ കീരി പെണ്ണ് ആണിൻ്റെ പിന്നാലെ നടക്കുന്ന പോലെ പിന്നെ നടക്കും. ഇവർ കൂടിച്ചേർന്നിട്ടാണ് പിന്നെ ഒന്നായി നടക്കുക. അത് കെമിസ്ട്രിയാണ്. അപ്പം കൂടിച്ചേരുവാൻ പ്രേരിപ്പിക്കുന്നത് പെണ്ണാണ്. പെണ്ണുങ്ങളാണല്ലോ വേഷമെല്ലാം പൗഡറും എല്ലാം വാങ്ങി ചുണ്ടിന് അതെല്ലാം വാരി തേച്ച് നടക്കുന്ന കണ്ടിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അത് 7 പറയുകയാണ്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 126-7. ഉപോമമേ പരാമൃശ മാ മേ ഭദ്രാണി മന്യതാ സർവാഹമസ്മി രോമശാ ഗന്ധാരിണാ ഇവാവികാ. ഭാവഭവ്യൻ്റെ ഭാര്യയായ രോമശ പറയുന്നു, അടുത്തു വന്ന് എന്നെ സ്പർശിക്കൂ. എന്നെ അല്പാംഗത്തോട് കൂടിയവളായി കരുതരുത്. ഞാൻ ഗാന്ധാര രാജ്യത്തെ ചെമ്മരിയാടിനെ പോലെ രോമമുള്ളവളും എല്ലാ അവയവങ്ങളാലും പൂർണ്ണയുമാണ്. നീ എൻ്റെ എല്ലാ അവയവങ്ങളും പരീക്ഷിച്ചു നോക്കൂ. എൻ്റെ ഗുണങ്ങളെയും അവയവങ്ങളെയും പറ്റി പൂർണ്ണമായി ചിന്തിക്കൂ. നിങ്ങൾ എൻ്റെ അവയവങ്ങളെയും ഗുണത്തെയും ഗൃഹകാര്യങ്ങളെയും അല്പം പോലും ഹാനികരമായി കരുതരുതേ. ഭാര്യയായ രോമശ പറയുകയാണ്, അതായത് കൂടിച്ചേരുന്ന ആറ്റം, ഓക്സിജൻ ആറ്റം എന്ന് നമുക്ക് പറയാം. ഹൈഡ്രജൻ ഭർത്താവ്, ഓക്സിജൻ ഭാര്യ. ഭാര്യ പറയുകയാണ് ഭർത്താവോട്, രോമശ പറയുകയാണ്, അടുത്തു വന്ന് എന്നെ സ്പർശിക്കൂ. ഹൈഡ്രജനോട് പറയുകയാണ്, ഓക്സിജൻ വാ എന്നെ സ്പർശിക്കൂ, എന്നെ വന്ന് എന്നുമായിട്ട് കൂടിച്ചേരുക. ഇത് രണ്ടും കൂടിച്ചേർന്നാലേ വെള്ളം ഉണ്ടാവുള്ളൂ. പ്രപഞ്ചത്തിലെ എല്ലാ രാസപ്രവർത്തനത്തിലും ഈ പെണ്ണാറ്റം പുരുഷാറ്റത്തിനെ അട്രാക്ട് ചെയ്യും. കാരണം പെണ്ണാറ്റത്തിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോണിൻ്റെ പിന്നിൽ അടുത്തേക്ക് പോസിറ്റീവ് ചാർജായ ആറ്റം അങ്ങോട്ടേക്ക് പോകും. അപ്പം പറയാണ്, എന്നെ വന്ന് സ്പർശിക്കൂ. സാധാരണ ഈ ആറ്റത്തെ പറ്റി പറയാനല്ലാതെ ആണെങ്കിൽ രോമേശ എന്ന ഒരു സ്ത്രീ ഒരു ആണോട് പറയുകയാണ്, എന്നെ വന്ന് സ്പർശിക്കൂ. ആ നിലയിലെടുക്കുമ്പോൾ സംഗതി എന്തോന്നല്ല ഈ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് തോന്നും. അപ്പൊ ഇവരെ ഭാവനയിലും ഭയങ്കരമാണ് കക്ഷി. ഇതിനെക്കാട്ടി ഇതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകളും കെമിസ്ട്രി അടിക്കുന്നിടത്ത് ഇങ്ങനെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, അടുത്ത് വന്ന് എന്നെ സ്പർശിക്കുക, അതൊന്ന് എന്നോട് കൂടുന്നു. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ചേർന്ന വെള്ളാവും. എന്നെ അല്പ അംഗങ്ങളോട് കൂടിയതായിട്ടൊന്നും കണക്കാക്കി കളയരുത്. എനിക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്നൊന്നും കണക്കാക്കി കളയരുത്. നിനക്ക് വേണ്ടി എല്ലാം എൻ്റെ അടുത്തുണ്ട്, എനിക്കൊരു കുറവുമില്ല. നിനക്ക് ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ വേണ്ടിക്കൽ അത് എൻ്റെ അടുത്തുണ്ട്, ഓക്സിജൻ്റെ അടുത്തുണ്ട്. ഇതും ബാ എന്നോട് കൂട്ടിച്ചേര്. എന്നെ അല്പം അംഗമുള്ളവളായിട്ട് കാണരുത്. അതായത് അങ്ങനെയാണെങ്കിൽ കൂടിച്ചേരൂല്ലല്ലോ. ഈ കൂടിച്ചേരുന്ന എന്തിനാണ്? ഇലക്ട്രോൺ കൂട്ടിയിട്ട് ഏറ്റവും പുറത്ത് 8 ഇലക്ട്രോൺ ഒക്ടറ്റ് റൂൾ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ടാണ്.
ഇലക്ട്രോണുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോൺ കൂടുതൽ ഈ പെണ്ണിൻ്റെ അടുത്താണുള്ളത്, ഓക്സിജൻ്റെ അടുത്ത്. അപ്പോൾ ഓക്സിജനോട് പറയുകയാണ്, എൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് വേണ്ട എല്ലാം, എനിക്ക് വേണ്ട എല്ലാം എൻ്റെ അടുത്തുണ്ട്. എന്നെ നീ അല്പാംഗത്തോടു കൂടിയവളായി കരുതരുത്. ഞാൻ ഗാന്ധാര രാജ്യത്തെ ചെമ്മരിയാടിനെ പോലെ, ഗാന്ധാര രാജ്യത്തിലെ ചെമ്മരിയാടിന് എന്തുണ്ട്? രോമമുള്ളവൾ. ഗാന്ധാര രാജ്യത്തെ ചെമ്മരിയാടിന് നല്ല രോമമുണ്ട്, അതുമാതിരി എനിക്കും നല്ല രോമമുണ്ട്. എല്ലാ അവയവങ്ങളാലും പൂർണ്ണമാണ്, എൻ്റെ അവയവെല്ലാം പൂർണ്ണമാണ്. പെണ്ണ് പറയാണ് ആണോട്, എൻ്റെ അവിടെ രോമമുണ്ട്, ഇഷ്ടംമാതിരി ഗാന്ധാര രാജ്യത്തെ ചെമ്പരിയാടിനെ പോലെ രോമമുണ്ട്, എൻ്റെ അവയവമെല്ലാം നല്ല പൂർണ്ണമാണ്, നീ അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സ്പർശിക്കുന്നു. ഇത് വായിച്ചാൽ എന്താ നോക്കുക, വേദങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു പെണ്ണ് ആണിനെ വിളിക്കുകയാണ്, എനിക്ക് നല്ല രോമമുണ്ട്. ഈ ആറ്റത്തിലെ രോമങ്ങൾ ഏതാണ്? ആറ്റത്തിൻ്റെ സ്വഭാവങ്ങൾ അതിലെ ഇലക്ട്രോണിനെ, ഓർബിറ്റിനെ എല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ഓർബിറ്റിൽ നിന്നും, ഇലക്ട്രോണിൽ നിന്നും, ആറ്റങ്ങളിൽ നിന്ന് എപ്പോഴും എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. ആ ആറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ്. ആ ഫോട്ടോ തന്നെയാണ് പറയുന്നത് ആറ്റോമിക് സ്പെക്ട്രം. ആ സ്പെക്ട്രത്തിൽ പല ലൈനുകൾ കാണും, അത് എനർജി ലൈൻസ് ആണ്. ആ ലൈൻസ് നോക്കിയിട്ടാണ് ഈ ആറ്റത്തിൻ്റെ കൂടിച്ചേരാനുള്ള കഴിവുകൾ, സ്വഭാവങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ആ സ്വഭാവം അനുസരിച്ചാണ് വേറൊരു ആറ്റവുമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പം ഈ എനർജി ലെവൽസ് അതിങ്ങനെ വരയായിട്ടാണ് ആറ്റോമിക് സ്പെക്ട്രം കാണുന്നത്. അതാണ് ഈ രോമമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കെമിസ്ട്രി പഠിച്ചവർക്ക് ഇതിൻ്റെ എല്ലാം ആ വർണ്ണനയിലൂടെ ഒരു ഭാവം ശരിക്കും മനസ്സിലാവുക. അല്ലാതെ അവർ വിചാരിക്കും ഇതെന്തടാ ഒരു പെണ്ണ് കയറിയിട്ട് എന്തല്ലേ ഈ പറയുന്നു. ഗാന്ധാര രാജ്യത്തിൻ്റെ അവിടെയുള്ള ചെമ്മരിയാടിനെ പോലെ എനിക്ക് നല്ല രോമമുണ്ട്, എല്ലാ അവയവങ്ങളെല്ലാം പൂർണ്ണമാണ്, വന്നോളൂ, എന്നെ വന്ന് സ്പർശിച്ചോളൂ എന്ന് പെണ്ണ് പറയുകയാണ്. ഇവിടെ പെണ്ണാരാണ്? ഓക്സിജൻ ആറ്റമാണ്. ഹേ പ്രിയതമ, പ്രിയതമ എന്നെല്ലാം വിളിക്കുമ്പോൾ നമ്മളെ ചിന്ത മറ്റേലേക്കാണ്. ആണ് പെണ്ണ് ആണിനെ വിളിക്കുന്ന മാതിരിയാണ് തോന്നുക. അങ്ങനെ ധരിച്ചാലും കാര്യം ശരിയാണോ എന്ന് ചോദിച്ചാൽ കാര്യം ശരി തന്നെയാണ്, ഉള്ള തന്നെയാണ് പറയുന്നത്. നീ എൻ്റെ എല്ലാ അവയവങ്ങളെയും പരീക്ഷിച്ചു നോക്കൂ, നീ വന്ന് എൻ്റെ അവയവെല്ലാം പരിശോധിച്ച് നോക്കിക്കോന്നു പെണ്ണ് ഭർത്താവോട് പറയുകയാണ്. ഏത് ഓക്സിജൻ പറയാം, വന്ന് നോക്കിക്കോ, എനിക്ക് എന്തെല്ലാം വേണ്ട, അങ്ങനെയുള്ള ഇലക്ട്രോണുകളെല്ലാം എനർജി ലെവലുള്ള, എന്തെല്ലാം എനർജി ലെവലുണ്ട്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഇങ്ങനെയെല്ലാം സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നെല്ലാം പറഞ്ഞ് പലതരത്തിലുള്ള ക്വാണ്ടം നമ്പേഴ്സ്, എനർജി ലെവൽസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതെല്ലാം ഈ വരകളായിട്ട് കാണുന്നത്. അതിനെപ്പറ്റിയേ ഈ പറയുന്നത്. അതിനെപ്പറ്റിയെല്ലാം നീ ശരിക്കും മനസ്സിലാക്കിയിട്ട് നിനക്ക് യോജിച്ചതാണെങ്കിൽ നീ വന്ന് എന്നോട് വന്ന് ചേർന്നുകൊള്ളും. അതാണ് കക്ഷീവൻ. ആ സയൻസ് പഠിച്ചിട്ടാണ് കക്ഷീവൻ ആറ്റങ്ങളെയെല്ലാം പലതരത്തിൽ കൂട്ടിച്ചേർന്നിട്ട് പലതരം വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് രാജാവിനെ സഹായിച്ചത്. ഇന്നും ശാസ്ത്രലോകം കെമിസ്ട്രിയുടെ സംഭാവനയാണ്. ഇന്നുള്ള മെഡിസിനുകളായാലും എല്ലാതരം പ്ലാസ്റ്റിക്കുകളായാലും എല്ലാം, അതെല്ലാം ആറ്റത്തിൻ്റെ ഈ സ്വഭാവങ്ങൾ പഠിച്ചിട്ടാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നീ എൻ്റെ എല്ലാ അവയവങ്ങളെയും, ഹേ പ്രിയതമാ, നീ എൻ്റെ എല്ലാ അവയവങ്ങളെയും പരീക്ഷിച്ചു നോക്കൂ, എൻ്റെ ഗുണങ്ങളെയും അവയവങ്ങളെയും പറ്റി പൂർണ്ണമായി ചെന്നിട്ട് ചിന്തിക്കൂ. എൻ്റെ അവയവങ്ങൾ, ആറ്റത്തിൽ എന്തെല്ലാം അവയവങ്ങളാണുള്ളത്? ഇലക്ട്രോൺ ഉണ്ട്, പലതരം ഓർബിറ്റുകളുണ്ട്, ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, പലതരം സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്. ഇതെല്ലാം അടിസ്ഥാനത്തിലാണ് ആറ്റത്തിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഏതുമായിട്ട് കൂട്ടിച്ചേർക്കാമെന്നെല്ലാം മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നതും. കെമിസ്ട്രി പറഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലായി. എല്ലാവരെല്ലാം നമ്മൾ ഈ ഭർത്താവിനെ അല്ല പുരുഷനെ സ്ത്രീ വിളിച്ചിട്ട് പറയുന്നതായിട്ട് എൻ്റെ എല്ലാ അവയവങ്ങളെ പറ്റിയും പരീക്ഷിച്ചു നോക്കൂ, എൻ്റെ ഗുണങ്ങളെപ്പറ്റിയും അവയവങ്ങളെപ്പറ്റിയും പൂർണ്ണമായി ചിന്തിക്കൂ. എന്നിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇവളെ അവയവങ്ങളെ പറ്റിയിട്ട്. ആ തരത്തിൽ എടുത്തോളൂ. ഏത് സാധാരണക്കാരായ ആൾക്കാർ. ചിലവർക്ക് വിമർശിക്കാനും നല്ല വകുപ്പുണ്ട്. എന്തെല്ലാം വേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഒരു പെണ്ണ് വിളിച്ചിട്ട് വർത്താനം, ഇതെല്ലാം ഇവരെ വേദത്തിലുള്ളതെന്ന് പരിഹസിക്കാനും ഇഷ്ടംമാതിരി
ഉണ്ട്. പക്ഷേ സയൻസിലൂടെ നോക്കുന്നവർക്ക് അവർ അത്ഭുതപ്പെടും ഇവരുടെ ആ ഭാവന. കെമിസ്ട്രി പഠിച്ചു പോകുന്നവർ, നിങ്ങൾ എൻ്റെ അവയവങ്ങളെയും അവയുടെ ഗുണങ്ങളെയും ഗൃഹകാര്യങ്ങളെയും അല്പം പോലും ഹാനികരമായി കരുതരുത്. എൻ്റെ ഈ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലും ദോഷകരമായി തീരില്ല. ഇതെല്ലാം മനുഷ്യന് ദോഷകരമായിട്ടും തീരും. ആറ്റത്തിലുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരുമ്പോൾ ചില ആറ്റങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ റേഡിയേഷൻ ഉണ്ടാക്കും, നമ്മൾ ക്യാൻസർ ഉണ്ടാക്കും. ചിലതരം വസ്തുക്കൾ, ചില റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെല്ലാം അതെല്ലാം ആറ്റങ്ങളാണ്. അതെല്ലാം നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യുന്നുമുണ്ട്. ഒരു ആറ്റത്തെപ്പറ്റി, ആറ്റത്തിൽ ഇതെല്ലാം ഉണ്ട്. ചിലത് നമുക്ക് ഹാനികരമാണ്, ചിലത് വളരെ ഗുണകരമാണ്. അവയെ ആ തത്വങ്ങൾ മനസ്സിലാക്കി കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാമെന്ന് കക്ഷീവൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പഠിക്കണം. അതേസമയം തന്നെ അതിൽ പ്രയോഗിക്കാൻ പറ്റുന്നിടത്തിട്ടാണ് കക്ഷീവൻ രാജാവിനെ സഹായിച്ചത്, രാജാവ് യജ്ഞം ചെയ്തത്. ഇന്നും ശാസ്ത്രജ്ഞന്മാർ ഈ ആറ്റങ്ങളുടെ ഈ ഗുണഗണങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് പലതരം മെഡിസിനുകളും പലതരം വസ്തുക്കൾ, എന്തെല്ലാം തരം മെറ്റീരിയൽസ് ആണ് കണ്ടു കഴിഞ്ഞാൽ തിളങ്ങുന്ന. ഇപ്പം മൊബൈലിൻ്റെ എല്ലാം കവറെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ആര് കണ്ടുപിടിച്ചാണ്? കെമിസ്ട്രിയുടെ സംഭാവനയാണ്. ആറ്റങ്ങളുടെ ഈ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അതിനെ പക്ഷെ കക്ഷീവൻ ഇത് കെമിസ്ട്രി അറിയാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരിങ്ങനെ മനസ്സിലാക്കിയിട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു സ്ത്രീ പുരുഷനെ വിളിച്ചിട്ട് നോക്കി, എൻ്റെ അവയവങ്ങൾ നോക്കുക, എനിക്ക് മറ്റേ ആടിൻ്റെ രോമമാരിയുണ്ട്, എൻ്റെ അവയവങ്ങളെല്ലാം പൂർണ്ണമാണ്, ഇതിനെപ്പറ്റിയെല്ലാം ശരിക്ക് വന്നിട്ട് എന്നെ സ്പർശിക്കൂ, മനസ്സിലാക്കിക്കൂ, എൻ്റെ ഭാഗങ്ങളെല്ലാം ശരിക്ക് പഠിക്കൂ എന്നെല്ലാം പറയുന്നതായിട്ട് സാധാരണക്കാരനും അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം രണ്ട് കൂട്ടർക്കും അതിൻ്റെ അർത്ഥം അവരുടെ നിലയിലെടുക്കാം.